കുതിക്കാനൊരുങ്ങി രാജ്യത്തെ ആദ്യ സ്വകാര്യ റോക്കറ്റായ വിക്രം-1 ജൂലൈ 12 മുതൽ ഓഗസ്റ്റ് 4 വരെയുള്ള വിൻഡോയിലായിരിക്കും വിക്ഷേപണം. സാധാരണഗതിയിൽ വിൻഡോയുടെ ആദ്യ ദിവസങ്ങളിൽ തന്നെ വിക്ഷേപണം നടത്തുന്ന രീതിയാണുള്ളത്. അങ്ങനെയെങ്കിൽ അടുത്ത 12-ന് തന്നെ വിക്രം-1 വിക്ഷേപിച്ചേക്കും. ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്നായിരിക്കും വിക്ഷേപണം. ഹൈദരാബാദ് ആസ്ഥാനമായുള്ള സ്കൈറൂട്ട് എയ്റോസ്പേസിന്റേതാണ് വിക്രം-1. രാജ്യത്തെ ബഹിരാകാശ ഗവേഷണ വിക്ഷേപണ സംവിധാനങ്ങൾ സ്വകാര്യ മേഖലയ്ക്ക് തുറന്നു നൽകിയതിന് പിന്നാലെ രജിസ്റ്റർ ചെയ്ത സ്റ്റാർട്ടപ്പ് കമ്പനിയാണ് സ്കൈറൂട്ട് എയ്റോസ്പേസ്. ആദ്യത്തെ വിക്ഷേപണത്തിന് ആഗതൻ എന്നാണ് പേരിട്ടിരിക്കുന്നത്. സംസ്കൃതത്തിൽ തുടക്കം എന്നർത്ഥം വരുന്ന ആഗമൻ രാജ്യത്തെ ബഹിരാകാശ വിക്ഷേപണ രംഗത്തെ വൻ തുടക്കങ്ങളുടെ ആഗമനാകുമെന്നാണ് വിലയിരുത്തൽ. ഇതിനകം ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെന്ററിലെത്തിച്ച വിക്രം-1 ഒന്നാം വിക്ഷേപണ തറയിൽ ഇന്റഗ്രേഷൻ പൂർത്തിയാക്കി അവസാനഘട്ട നിരീക്ഷണങ്ങളിലേക്ക് കടന്നു. 4 വർഷം മുൻപ് രാജ്യത്തെ ആദ്യ സ്വകാര്യ സബ് ഓർബിറ്റൽ പരീക്ഷണ റോക്കറ്റ് വിക്ഷേപിച്ച് സ്കൈറൂട്ട് വിസ്മയിപ്പിച്ചിരുന്നു. ഇതിന്റെ തുടർച്ചയാണ് ആഗമൻ. വിക്രം-1 പരീക്ഷണ റോക്കറ്റായാണ് കമ്പനി രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. ഇസ്രോയുടെ അടിസ്ഥാന സൗകര്യങ്ങൾ ഉപയോഗിച്ച് വിക്ഷേപിക്കുന്ന റോക്കറ്റ് വിജയിച്ചാലും ഇല്ലെങ്കിലും ചരിത്രം കുറിക്കും. നിർണായകമായിട്ടുള്ള ഇൻഫ്ലൈറ്റ് ഡേറ്റകൾ ശേഖരിക്കലാണ് പരീക്ഷണത്തിന്റെ ലക്ഷ്യം. റോക്കറ്റിന്റെ രൂപകൽപ്പന, പ്രൊപ്പൽഷൻ സിസ്റ്റം, ഗൈഡൻസ് കൺട്രോൾ സംവിധാനങ്ങൾ എന്നിവയുടെ ഗുണവും പ്രവർത്തനക്ഷമതയും യഥാർത്ഥ അന്തരീക്ഷത്തിൽ പരിശോധിക്കാനാണ് പരീക്ഷണം. ഈ ഡേറ്റയുടെ വിലയിരുത്തൽ വഴി റോക്കറ്റിന്റെ പുതിയ പതിപ്പും ആവശ്യമായ പരിഷ്കാരങ്ങളും നടത്താൻ കഴിയും. മുൻ രാഷ്ട്രപതി APJ അബ്ദുൽ കലാമിന്റെ പേരിലുള്ള ഖര ഇന്ധനത്തിൽ പ്രവർത്തിക്കുന്ന കലാം എഞ്ചിനാണ് വിക്രം-1ന്റെ ഹൃദയം. ഭൂമിയിൽ നിന്ന് കുതിച്ചുയരാനും അന്തരീക്ഷ വായുവിന്റെ മറികടന്ന ലക്ഷ്യത്തിലേക്ക് കുതിക്കാനും 85 സെക്കൻഡ് മാത്രം പ്രവർത്തിക്കുന്ന 235 കിലോ ന്യൂട്ടൺ വാക്വം ത്രസ്റ്റ് ശക്തി നൽകും. പുതിയ സാങ്കേതിക വിദ്യ പരമ്പരാഗത ഇസ്രോ സംവിധാനങ്ങളും രീതികളും വിട്ട് പൂർണ്ണമായി ന്യൂജൻ രീതിയിലാണ്. നാഷണൽ ഡെസ്ക്, കേരള പ്രണാമം.